എങ്ങോട്ട് പോവാ എഡ്വിനെ നമ്മള്? നമ്മുടെ വാഴയ്ക്ക മൂത്തമില്ലേ അമ്മ? അപ്പം ഞങ്ങളുടെ ഒരു വാഴക്കൊല അവിടെ നിൽക്കുന്നുണ്ട്. അത് മൂത്തോന്ന് അറിയാൻ വേണ്ടി നോക്കാൻ പോണേ. ഞാൻ പോവാന്ന് പറഞ്ഞപ്പോൾ എഡ്വിനും വരണ്ടെന്ന് പറഞ്ഞു. അതുകൊണ്ട് ഞങ്ങൾ നോക്കിയിട്ട് വരട്ടെ കേട്ടോ. ഇതാ എഡ്വിൻകുട്ട കൊല. കുറച്ചും കൂടെ മുക്കാനുണ്ട്. മൂപ്പായിട്ടില്ല. പഴുത്ത് പോയെന്ന് പറഞ്ഞിട്ട് പഴുത്ത് പോയിട്ടൊന്നും ഇല്ലാട്ടോ എഡ്വിനെ. അപ്പോൾ ഞങ്ങൾ വാഴക്കൊലയൊക്കെ നോക്കിയത് നമ്മളിവിടെ എഡ്വിനൊക്കെ കുളിക്കാൻ തന്നെ പ്രദേശം കേട്ടോ ഇത്. അവിടുത്തെ വെള്ളമൊക്കെ വറ്റി കാട്ടിത്തരാം. അപ്പോൾ ഇത്തിരി വെള്ളമൊക്കെ കിടക്കുന്നുണ്ട്. അത് എഡ്വിൻ ആ കരിയിലൊക്കെ ഇപ്പം ഇങ്ങോട്ട് വെള്ളം ഇല്ലാത്തതുകൊണ്ട് ഞങ്ങൾ ഇങ്ങോട്ട് വരാറില്ല. അതുകൊണ്ട് എഡ്വിൻ ഇവിടെ ഒന്ന് ക്ലീൻ ചെയ്യാമെന്ന് പറഞ്ഞു. അത് അവൻ്റെ ആഗ്രഹമല്ലേ, നടക്കട്ടെ. ഇത്തിരി ഉറവയൊക്കെ ഉണ്ട്. നല്ല വെയിലും ചൂടൊക്കെ ആയില്ലേ, അതുകൊണ്ട് ഉറവയൊക്കെ വറ്റി നല്ല ഇത്തിരിയൊക്കെ ഉണ്ട്. ആ പാറയെന്നൊക്കെ കാണിച്ചു തരാം. എഡ്വിൻ അത് തേവണം എന്നൊരു ഭയങ്കര ആഗ്രഹം. നിൽക്ക് നമ്മൾ കപ്പൊന്നും കൊണ്ടുവന്നില്ലല്ലോ എഡ്വിൻ. ഞങ്ങൾ അതിന് പ്രതീക്ഷിച്ചല്ല, ജസ്റ്റ് വാഴക്കൊല എന്ന മൂത്ത് പോയോന്ന് അറിയാൻ വേണ്ടി ഞങ്ങൾ വന്ന് നോക്കിയതാണ്. എന്നാൽ എഡ്വിൻ്റെ പണി തുടങ്ങിക്കോ. കപ്പ് കൊണ്ടുവന്നില്ല മോനെ. ഇവിടെ വല്ല ചിരട്ട വല്ലതും ഉണ്ടോ? ആ ചെരുപ്പുണ്ടല്ലോ, അതും കൊണ്ട് നോക്കാം. എഡ്വിൻ്റെ തുടക്കത്തിൽ തന്നെ ഞണ്ടിനെ കണ്ട് എഡ്വിൻ പേടിച്ചു പോവുക. എന്ത് എഡ്വിനെ കണ്ട ഇവിടെ ഇടയ്ക്ക് ഇരിക്കും ആള്. ഞണ്ട് ഇറക്കൂടാ. അതിനെ ഒന്ന് വലുതായിട്ട് കാണിക്കാമെന്ന് കരുതിയിട്ട് അത് ഇറങ്ങി വന്നില്ലല്ലോ. പോടാ. കണ്ടോ ഞണ്ടിനെ കാണാത്തവരിതേ കണ്ടോട്ടോ. കണ്ടോ ഇതേ പോണു ആള്. എന്തേ പോ കണ്ടോ കയറി പോണുണ്ടോ? ഇവിടെയൊക്കെ നല്ല ക്ലീനാക്കിയിട്ടത് മൊത്തം കണ്ടോ. അവിടെ നിന്ന് ഉറവയുണ്ട് കേട്ടോ. അതെ ഈ മണ്ണ് മൊത്തം കളയാൻ സാധിക്കില്ല അപ്പം. നമുക്ക് വേറൊരു ദിവസം വരാം അല്ലേ. അതിൽ ഞണ്ട് കുഞ്ഞുങ്ങളൊക്കെ കാണും, വെല്ലു ഞണ്ടൊക്കെ കാണും. എന്തോ എഡ്വിന് ഭയങ്കര സങ്കടമായി. ഇവിടെ വെള്ളമൊക്കെ വറ്റിപ്പോയത് അവൻ അറിഞ്ഞില്ലായിരുന്നു അല്ലേ എഡ്വിനെ. നമ്മുടെ കൊക്കോയുടെ ചവറൊക്കെ ചാടി. അന്ന് ഞങ്ങൾ എന്നും ക്ലീൻ ചെയ്തിടുമായിരുന്നു. ഇപ്പോൾ ക്ലീൻ ചെയ്യാത്തതുകൊണ്ടേ കാടും കയറി ഫുള്ള് ഇതായി അവസ്ഥ. ഇപ്പം അങ്ങനെ അലക്കാനൊന്നും വെള്ളമില്ലാത്തതുകൊണ്ട് ആരും അലക്കാനൊന്നും വരില്ല കേട്ടോ. അല്ലെങ്കിൽ ഇവിടെ നിന്ന് നമ്മൾ കണ്ടോ, ഇവിടെ നിന്ന് വെള്ളം അവിടെ ഓസിട്ടേക്കണുണ്ടോ, ഓസിൻ്റെ അതിൽ കൂടെ വെള്ളം വന്ന് ഇവിടെ ഈ ഓസിൻ്റെ ഇവിടെ നിന്ന് ബക്കറ്റിൽ വെള്ളം പിടിക്കാറുന്നു. അല്ലെങ്കിൽ നമുക്ക് ഇവിടെയാണെങ്കിൽ നമുക്ക് പിന്നെ ഒരു ദിവസം ക്ലീൻ ചെയ്യാം കേട്ടോ എഡ്വിൻ. എഡ്വിൻ ഞണ്ടിനെ കണ്ടതാണ്, അല്ലെങ്കിൽ അവനൊരു താല്പര്യം ഉണ്ടായിരുന്നു. വേറൊരു ദിവസം ആട്ടെ. ഇപ്പം കൊക്കോയുടെ ചവറൊക്കെ കയറി മൂടിയിരിക്കുക. എന്നാ എഡ്വിൻ ഇവിടെ വന്നപ്പോഴത്തേക്കും ഭയങ്കര ദാഹിച്ചു. അപ്പം ഇങ്ങനെയാണ് വെള്ളം കോരി നമുക്ക് കുടിക്കാം. എന്നാ കുടിച്ചോ. ആ കയ്യിൽ കൈ കഴുക. ദാഹം മാറിയോ? പണ്ടത്തെ കാലത്ത് ഇങ്ങനെ കപ്പിയിൽ വെള്ളം കുടിക്കണം. എഡ്വിൻ ഇങ്ങനെ കപ്പിയിൽ വെള്ളം കോരണം കണ്ടിട്ടുണ്ടോ? പണ്ടത്തെ കാലത്ത് ഇങ്ങനെ കപ്പിയിലൊക്കെ അല്ലേ വെള്ളം കോരണം. ഇപ്പോഴത്തെ കാലത്ത് ഇങ്ങനെ പിള്ളേരും എല്ലാം കണ്ടിട്ടുണ്ടോ? മോട്ടർ സ്വിച്ച് ഇടണോ വെള്ളം വന്നു അല്ലേ, അത് അല്ലേ കണ്ടിട്ടുള്ളൂ. കുടിച്ചോ. നല്ല തണുപ്പൊക്കെ ഇല്ലേ. ഈ ടാങ്കി കിടക്കണ വെള്ളം കൂട്ടാണോ നോക്കി. നല്ലല്ലേ. ആ മുഖമൊക്കെ ഒന്ന് കഴിക്കാം. അമ്മയ്ക്ക് ഉച്ച വെച്ചേക്കണം കേട്ടോ, അല്ലെങ്കിൽ ഒന്നുകൂടെ കോരാം. നല്ല രസമില്ലേ തണുത്ത വെള്ളം. നമ്മുടെ ഇവിടുത്തെ കിണറിലെ വെള്ളത്തിന് നല്ല തണുപ്പാട്ടോ. നല്ല ചോലയൊക്കെ ആയതുകൊണ്ട് സാധാരണ ചോലയിലൊക്കെ ഉള്ള വെള്ളം നല്ല തണുപ്പല്ലേ. കുളിക്കണമെന്ന് തോന്നണ്ടോ പോലും. മതിയോ? ആഹാ മതിയല്ലേ എഡ്വിനെ. ദാഹം മാറിയോ? എഡ്വിൻ ഇവിടെ വന്നപ്പോഴത്തേക്കും ദാഹിച്ചു പോയായിരുന്നു, അതുകൊണ്ടാ. എന്നാ പോയാലോ. അമ്മയൊന്നും ഒന്നും കഴിയാ. എന്ത് തണുപ്പാ അല്ലേ. ടാങ്കി കിടക്കുമ്പോൾ ഈ വെള്ളം ചൂടാവുമ്പോൾ തണുപ്പൊക്കെ പോകും. പോയേക്കാം. അമ്മ ഇത് പന്നിക്കുട്ടന് കൊടുക്കാൻ വേണ്ടിയാണോ അമ്മ? അമ്മ പന്നിക്കൊക്കെ ഇട്ട് കൊടുത്തോളാ. ഇനി നമുക്ക് വീട്ടിൽ പോയാലോ? ഇല്ലടാ, അവിടെ പോയിച്ച് മുരിങ്ങയിലയും കൂടെ പറിച്ചോണ്ട് വരാം. വാ. ഇതിനറിയാമോ നമ്മുടെ പറമ്പിൽ എവിടെയും മുരിങ്ങ നിൽക്കണമെന്നോ? ഇല്ല, അതാണ് കുഴപ്പം. എഡ്വിന് ഇതുവരെ അറിയത്തില്ല. എഡ്വിന് അതിന് ഇടയ്ക്ക് ഒരു തോന്നൽ തോന്നുമ്പോൾ എൻ്റെയോ പപ്പയുടെ കൂടെ ഒന്ന് പറമ്പിൽ വരും. ഇല്ലേടാ, നമുക്കിതിലേ അങ്ങ് പോവാം. പിന്നെ മുരിങ്ങ കണ്ടോ, ഇതാണ് മുരിങ്ങയില. മനസ്സിലായോ? ഒന്ന് പറിക്കാം. എന്നാ ഇത് പിടിച്ച്. എന്തിനാ അമ്മ ഈ മുരിങ്ങയില? മുരിങ്ങയിലോ? അപ്പൊ നീ കറി വെച്ച് കൂട്ടണ കാണാറില്ലേ? അമ്മ കറി ഉണ്ടാക്കി ഈ ഇലക്കറിയൊക്കെ തന്നത് നീ കാണാറില്ലേടാ? നീ എന്നാന്ന് അറിയാണ്ടാലേ കൂട്ടണത്. അത് ശരി.
ആ തണ്ടയിൽ ഇങ്ങനെ കൊള്ളുന്നില്ലോ, പഴുത്ത് നിൽക്കണുണ്ടോ? ഇപ്പുറം നോക്കത്തേക്ക് ഇത് പിടിച്ചേ, ഞാൻ ഇതൊന്ന് ചായ്ക്കട്ടെ പറയാം. ഇത് ഏറ്റവും നല്ല ഇലക്കറിയാണ്, നിനക്കറിയാമോ? നമ്മുടെ ബോഡിയിലെ ഈ ഹീമോഗ്ലോബിൻ്റെ കണ്ടൻറ്റ് ഏറ്റവും കൂടി വരാനുള്ള ഒരു നല്ല സോഴ്സ് ഈ മുരിങ്ങയില കേട്ടോ. നമ്മുടെ പല കുട്ടികളിലും കണ്ടുവരുന്ന ഒരു ഇതല്ലേ ഹീമോഗ്ലോബിൻ കുറവുള്ളത്. അപ്പോൾ അങ്ങനെയുള്ളവർക്കൊക്കെ ഈ മുരിങ്ങയില പല രീതിയിൽ, ഇപ്പോൾ ഇലക്കറിയായിട്ട് കഴിക്കില്ലാത്തവർക്ക് വേറെ പല രീതിയിൽ ഉണ്ടാക്കി കൊടുക്കാം അല്ലേ. അങ്ങനെ പല രീതിയിൽ ഈ മുരിങ്ങയിലയുടെ പല പ്രോഡക്റ്റും നമ്മുടെ മാർക്കറ്റിൽ ഇപ്പം പല രീതിയിൽ തന്നെ അവൈലബിൾ ആട്ടോ. ഈ ഇലക്കറികളൊന്നും ഈ മുരിങ്ങയിലയൊക്കെ തോരൻ വെച്ചാൽ കൂട്ടില്ലാത്തവർക്ക്, ഇതൊന്ന് നെറ്റിയത് കൂട്ടില്ലാത്തവർക്ക് ഇതിൻ്റെ ഇല മാത്രമായിട്ട് ഇതിൻ്റെ ആ കമ്പൊക്കെ കളഞ്ഞിട്ട് നന്നായിട്ട് ക്ലീൻ ആക്കിയെടുക്കണം. ക്ലീൻ ചെയ്തെടുത്തിട്ട് നല്ല വെയിലത്ത് വെച്ച് നന്നായിട്ടങ്ങ് മിക്സിയിലിട്ട് പൊടിച്ചെടുക്കണം. പൊടിച്ചെടുത്തിട്ട് ചെയ്യേണ്ടത് നമ്മുടെ മുട്ടയൊക്കെ പൊരിച്ചു കൊടുക്കില്ലേ, എന്തിനാ ഇവിടെ വേണം, ഇവിടെ വാ. മുട്ടയൊക്കെ പൊരിക്കുമ്പോൾ അതിലേക്ക് ഈ പൊടി കുറച്ചിട്ടിട്ട് പൊരിച്ചു കൊടുക്കുക. അപ്പോൾ അതിൻ്റെ തന്നെ ഗുണം ചെയ്യും കേട്ടോ. നമുക്ക് നന്നായിട്ട് ഉണക്കിയിട്ട് പൊടിച്ചെടുത്ത് പൂത്തൊന്നും പോവില്ല. പിന്നെ എടുക്കുമ്പോൾ ഇച്ചിരി സൂക്ഷിച്ച് ഇട്ട് വയ്ക്കുമ്പോൾ നന്നായിട്ട് ഡ്രൈ ആയ ബോട്ടിലിട്ട് വയ്ക്കണം. പിന്നെ സ്പൂണും കൊണ്ട് എടുക്കുമ്പോൾ നനവൊന്നും ഇല്ലാത്ത സ്പൂണും കൊണ്ട് എടുക്കുകയും ചെയ്യണം. അന്നേരം ചീത്തയായി പോവില്ല കേട്ടോ. പിന്നെ നമ്മൾ സാധാരണ ചക്കക്കുരു മുരിങ്ങയിലയും കൊണ്ട് തോരൻ വയ്ക്കൂലേ, അതെല്ലാവർക്കും തന്നെ ഒട്ടുമിക്ക പേർക്കും ഇഷ്ടമുള്ള ഒരു ഐറ്റമാണ് ചക്കക്കുരു മുരിങ്ങയിലയും തോരൻ വയ്ക്കണം. പിന്നെ നമ്മുടെ മുരിങ്ങയിലയും പരിപ്പും കൂടെ ചാറ് വയ്ക്കൂല്ലേ. അങ്ങനെ പല രീതിയിൽ നമ്മൾ മുരിങ്ങയില ഉപയോഗിക്കാറുണ്ടല്ലോ. പിന്നെ മുരിങ്ങയില തന്നെ തോരൻ വയ്ക്കും. ഇതേതെങ്കിലും രീതിയിലൊക്കെ നമ്മുടെ ബോഡിയിലൊന്ന് ആക്കിയെടുത്താൽ മതി കേട്ടോ. വേം പറപ്പിക്കും. ആരാ ഏറ്റവും കൂടുതൽ പറക്കണേന്ന് നോക്കാവേ. ഏറ്റവും കൂടുതൽ പറക്കണവർക്ക് എന്നാ സമ്മാനമുണ്ട്. എന്നാ സമ്മാന? ബിങ്കോയൊന്നുമല്ല. പൊന്നൂസ് പറക്കുവോ? പൊന്നൂസ് പറക്കുവോ? മോളിലത്തെ അല്ല, ഇപ്പൊ ഇത് പറക്കിയിട്ട് അപ്പൊ ഏകദേശം 4 മണിയൊക്കെ ആയിട്ടോ. അപ്പൊ നമ്മുടെ ഇന്നത്തെ ഇതെന്നാ പൊന്നു പറക്കി പുറത്തേക്കാണ് കളനെ കൊട്ടയിലിട. നമ്മുടെ ഇന്നത്തെ ഗാർഡനിങ് അല്ല, നമ്മുടെ കാപ്പിക്കുരുമൊക്കെ ഇവിടുന്ന് പറിച്ചത് ഈ മിറ്റത്തേക്കൂടെ കിടക്കുന്നുണ്ട് കേട്ടോ. ചാടിപ്പോയത് മിറ്റത്ത് കിടക്കുന്നുണ്ട്. അപ്പം അതിന്ന് പറക്കിയെടുക്കലാണ് ഇന്നത്തെ നമ്മുടെ പരിപാടി. പിള്ളേരൊക്കെ ആകുമ്പോൾ പെട്ടെന്ന് ഇവിടെ വിടപെടാന്ന് പറക്കിയെടുത്തു. പൊന്നൂസ് ഇത് പറക്കുമല്ലോ. പൊന്നൂസ് തന്നെ നോക്കണേ, അത് പച്ച, അതിപ്പോ പറക്കില്ല. ഇനിയും കുറെ ഉണ്ടല്ലോടാ പറക്കിത്തീരെ. വേഗം പറക്കി പൊന്നു, എന്നിട്ട് നമുക്ക് വേറെ പരിപാടിയൊക്കെ ഉള്ളതുണ്ടോ. പടപടാന്ന് പറക്കിക്ക് പൊന്നു. പൊന്നു സ്പീഡില്ലല്ലോ. പൊന്നു കാപ്പിക്കുരു അതേന്ന് പറിക്കാം, കമ്പേന്ന് പറിക്കണം. പൊന്നുവിന് ഇഷ്ടം കണ്ടോ. വേഗം അവിടെ ഒടിഞ്ഞ് കിടന്ന കമ്പൊക്കെ എടുക്കണം കണ്ടോ അല്ലേ പൊന്നു. മുറ്റത്തുനിന്ന് പറക്കാം പൊന്നുവിന് അങ്ങനെ വലിയ താല്പര്യം ഇല്ല. ഇങ്ങനെ നമ്മുടെ അത്യാവശ്യം അല്ല എഡ്വിൻ, നമുക്ക് കുറച്ച് ചതുരപ്പയർ പറിക്കത്തേക്ക് മുരിങ്ങയിലുണ്ട്. പക്ഷെ എന്നോർത്ത് അത് പറിച്ചു വെച്ചില്ലെങ്കിൽ ഇച്ച മൂത്ത് പോയി അതിന് ഒരു മക്കുചോവയാവൂടാ. എന്നാ ചെല്ല, എന്നാ ചെയർ വേണമല്ലോ. അപ്പൊ എന്നാ അത് പറിക്കാം. അമ്മ പറഞ്ഞ ഇതൊക്കെ പറിക്കേ, ഈ വലിപ്പത്തിനുള്ള പറിച്ചോ. പൊന്നൂസം നമ്മുടെ കൊട്ട എന്തിയടാ? ഏതാ? അതല്ല, നമ്മുടെ വെജിറ്റബിൾ കൊട്ട എടുത്തോണ്ട് വേടാ മോനെ. ഇതൊക്കെ പറിക്കേ. ഇപ്പൊ എബിനെ ഇറക്കിയിട്ട് അമ്മയ്ക്ക് കേറണം എന്ന് തോന്നണേ. അമ്മ കേറണോ? താഴെ ചാടരുത് കേട്ടോ. ഇത് വലയായോണ്ട് ഇതിന്റെ ഉള്ളിൽ കൂടെ പറിക്കത്തും ഇല്ലല്ലോ. മൂത്ത് പോയാലേ ഒരു മക്ക വരുവേ. പൊന്നു കൊട്ട എവിടെയാ? കൊട്ടക്കാരിയുടെ കൊട്ട നല്ല വലുതാവണേ. പക്ഷെ ഞാൻ ഇത്തിരി കണ്ടോ മൂപ്പാവണേന് മുമ്പ് പറിക്കുക. ഇത് പിടിച്ച അമ്മ കൊട്ട എടുത്തോണ്ട് വരാം. പൊന്നു വേറെ എന്ത്? പൊന്നൂസം കൊട്ട എന്തി ഓടിക്കൊണ്ടുവാ. ഇതേടെ എബിനിടാ, നമ്മുടെ കൊട്ടക്കാരി വന്നു. അതൊക്കെ പറിച്ചു തരാൻ പറഞ്ഞു. എന്തി കൊട്ടക്കാരി എന്തി? വെള്ളത്തിൽ കളിയാട്ടോ ഇന്ന് പൊന്നൂനിട്ട് ഞാനുണ്ടല്ലോ. ഇന്ന് പൊന്നൂനി അമ്മ ആ വഴുക്ക് അടി തരുവേ. അവള് വെള്ളത്തിൽ കളിക്കും കേട്ടോ. ജലദോഷം അവക്ക് ആണ് ആദ്യം ചുമ വന്നത്. ഇത് നോക്കി വെള്ളം എടുത്തുകൊണ്ട് വന്ന് കണ്ടോ. പപ്പ ഇങ്ങ വരട്ടെ, ഇന്ന് പൊന്നൂന് കോളാ. ഇനി ഞാൻ കയറാം. ഇവിടെയുള്ള എഡ്ബിനെത്തൂലല്ലോ. അമ്മ കയറാം. മോനെ ഇറങ്ങിക്ക്. കൊട്ട പിടിക്കാം എഡ്ബിൻ. കുറേയൊക്കെ മൂത്ത് പോയത് പോട്ടെ, നമുക്ക് അല്ലാണ്ടുണ്ടല്ലോ.
പാവയ്ക്കല്ല, അത് കോവയ്ക്ക. കൊട്ട എന്ത് ചെയ്യും? എന്തിനാ ഇതെല്ലാം തീർന്നോ? അപ്പുറത്തേ വാ. കൊട്ട എടുക്കാമോ? അത് അമ്മ എടുക്കണോ? എന്നാ ഇത് എഡ്വിന് പറിക്കാൻ എത്തൂല. ഇതൊക്കെ ഈ മൂത്ത് പോയത് പറിക്കണ്ട കേട്ടോ. അപ്പം അത് വിത്തിനെടുക്കാം. തീരെ കുഞ്ഞത് പറിക്കരുത്. ഈ ഒരു വലിപ്പത്തിലുള്ള പറിച്ചു അത് പറിക്കില്ല. അത് മൂത്ത് പോയതല്ലേ, കണ്ടറിയാമല്ലേ? തീരെ കുഞ്ഞത് പറിക്കണ്ട കേട്ടോ. ഇത്ര മൂത്ത് പോയാൽ അതിനൊരു നമ്മളിങ്ങനെ ഡെയിലി കൂട്ടണോണ്ട്, ഡെയിലി അല്ല എന്നാലും മടുത്തു പോവുക. നോക്കട്ടെ, കാണൂല. അവിടെയൊക്കെ ഉണ്ടായി വരണ്ട കേട്ടോ. ഇത് മൂത്തല്ല അപ്പം ഉണ്ട്. ഇതൊക്കെ മൂത്ത. ഇതിന്റെ കളർ മാറി കിടക്കണുണ്ടോ? കളർ മാറി. അതേലും ആ കമ്പയിൽ കുറേ ഉണ്ടല്ലോ അവിടെ. അമ്മ കേറാമേ ഇവിടെ. കണ്ടോ ഈ കമ്പയിൽ കിടക്കണുണ്ടോ? ഇതൊക്കെ നമുക്ക് വിത്തിനെടുക്കാം അല്ലേ? ഒക്കെ മൂത്ത് പോയി. കൊട്ടക്കാര ഈ പിഞ്ചിനെ പറിക്കുവാണെങ്കിൽ ഇപ്പം ഇങ്ങനെ കണ്ടിന്യൂസ് ആയിപ്പോഴേ എല്ലാവർക്കും ഒരു മടുപ്പായിപ്പോയി ചതുരപ്പയർ. അതുകൊണ്ട് ഞാനപ്പോൾ ഇത്തിരി മൂപ്പങ്ങ് കുറച്ചങ്ങ് പറിച്ചെടുക്കുവേ. മതിയില്ലേ മോനെ? 2-3 ദിവസത്തേക്ക് ആയില്ലേ? 2-3 ദിവസം ആയോ? ഈ കോവയ്ക്ക അടക്കണ്ടോ നോക്കിയേ. ഈ വഴുതനങ്ങയൊക്കെ പിന്നെ പറിക്കാം. പൊന്നു ഇന്ന് അമ്മ കൂട്ടില്ല. പൊന്നു അവിടെ കൂട്ടമ്മ ഇല്ലടാ. പൊന്നുവിൻ്റെ കൂട്ടമ്മ ഇവിടെ കിടക്കണ്ടല്ലോ മോനെ. നമ്മുടെ തക്കാളി പറിച്ച് കളയാത്തോണ്ട് ഇവിടെ എന്തോരം ഉണ്ട് കാണിച്ചേ. ഇത് മതി അല്ലേ? അപ്പൊ പൊന്നസ് പറഞ്ഞ കേട്ടോ, നിങ്ങളെല്ലാവരും സപ്പോർട്ട് ചെയ്യണം. ഇപ്പൊ കുറച്ച് കൂട്ടുകാരും കൂടെ നമുക്ക് ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതെ എഡ്വിൻകുട്ടൻ്റെ ഒരു ഇത് കാണിച്ചു തരാം. എഡ്വിൻ്റെ തലമുടിയൊക്കെ വെട്ടി കാണിച്ചാ കണ്ടോ? ഇസഡ് അവൻ്റെ കുറേ നാളായി അവൻ പറഞ്ഞു തുടങ്ങിയിട്ട്. കൂട്ടുകാർക്കൊക്കെ ഇസഡുണ്ട്, എനിക്ക് ഇസഡില്ല. അവരൊന്ന് ഇസഡ് അടിച്ചു കൊടുത്ത കേട്ടോ എഡ്വിനെ. പിന്നെ അപ്പോൾ നമ്മുടെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ അല്ലേ? അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോസൊക്കെ നമ്മുടെ പറമ്പിലേക്ക് ഇറങ്ങിയേക്കണ എല്ലാം കൂടുതലും ഞാനിങ്ങനെ നമ്മുടെ പറമ്പിലേക്ക് ഇറങ്ങിയും അങ്ങനെയൊക്കെ ചെയ്യുന്ന വീഡിയോസായിട്ടോ കൂടുതൽ കമൻസും ലൈക്സൊക്കെ വരാറുള്ളൂ. ഒത്തിരി പോസിറ്റീവായിട്ടുള്ള ഇമ്പാക്റ്റ് തന്നെ അതിനാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ അതുപോലെ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണും അല്ലേ എഡ്വിനെ? ഇനിയും കഴിയുന്നതൊക്കെ ചെയ്യാം. നീ തന്നെ ആകുമ്പോൾ പറമ്പിലേക്ക് ഇറങ്ങി പോകാൻ എനിക്കൊരു മടിയാണ്. പിന്നെ ഈ പൊന്നൂനെ കൊണ്ടാണെങ്കിലും പോകാനാണെങ്കിലും ഈ ചപ്പൊക്കെ ഉള്ളപ്പോൾ അവൾ ഈ കാടും വള്ളക്കൂടെയൊക്കെ കയറും. അന്നേരം എനിക്ക് പേടി, അതുകൊണ്ട് അവളെ കൊണ്ട് അങ്ങനെ പോവാറില്ല. പിന്നെ ഈ ഞങ്ങളുടെ വീഡിയോസ് കാണുമ്പോൾ ഇപ്പോൾ എല്ലാവർക്കും ഒന്നിച്ച് നമ്മുടെ ഓരോ വീഡിയോസ് എല്ലാവരുടെയും കയ്യിൽ ഒപ്പം എത്തില്ല അല്ലേ? അപ്പോൾ ഇപ്പം ഇന്നിടണ വീഡിയോസ് ആയിരിക്കും ആരുടെയെങ്കിലും കയ്യിൽ ആദ്യമായിട്ട് കാണുന്നവർ. അങ്ങനെ പലരും പറയാറുണ്ട് ആദ്യമായിട്ടാണ് ചേച്ചിയുടെ വീഡിയോ കാണുന്നതെന്ന്. അപ്പോൾ അങ്ങനെ കാണുമ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ നിങ്ങളൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടും കൂടെ ചെയ്യണം കേട്ടോ. അതുപോലെ തന്നെ നോട്ടിഫിക്കേഷൻ വന്നില്ല എന്ന് പലരും പറഞ്ഞു തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ഈ സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ ബെൽ ബട്ടൺ അമർത്തണം. പിന്നെ ആ ഓൾ എന്ന ഓപ്ഷനും കൂടെ എനേബിൾ ചെയ്യുവാണെങ്കിൽ ആ ഒരു വിഷയം നമുക്ക് സോൾവ് ചെയ്യാം കേട്ടോ. ഞാൻ ഇടുമ്പോൾ തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വന്നോളും. പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തൊക്കെ വീഡിയോ വേണ്ടതെന്നോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ കമൻസിൽ ഇടുവാണെങ്കിൽ ഞങ്ങൾ അതനുസരിച്ച് സമയമുള്ളതുപോലെ പറയണം. എൻ്റെ വീഡിയോസ് ഒന്നും ഇടാൻ സാധിക്കില്ല കേട്ടോ. ടൈം ഉള്ളതുപോലെ തന്നെ അറേഞ്ച് ചെയ്യാൻ ഞാൻ റെഡിയാക്കി എടുക്കാം. ഒത്തിരി താമസിയാതെ തന്നെ അങ്ങനെയൊക്കെ ഞാൻ ചെയ്യാം കേട്ടോ. അപ്പോൾ എന്നാ എഡ്വിനെ ചെയ്യണ്ടേ? അപ്പോൾ ഇനിയൊരു പുതിയ വീഡിയോ ആയിട്ട് കാണുന്നവരെ എല്ലാവർക്കും ബൈ ബൈ. എല്ലാവർക്കും ബൈ ബൈ.